ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കാരണം എനിക്കുണ്ടായ നാശനഷ്ടം എന്താണെന്നറിയോ? എന്തൊക്കെ അനർത്ഥങ്ങളെ വരുത്തി വെച്ചെന്നറിയോ? മാഡം, വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞ് നമുക്കൊരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ മാഡം? CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, ഇതുവരെ കഴിച്ചില്ലേ? കഴിക്കുമോളെ, ഇല്ലെങ്കി മോളുടെ അമ്മയുടെ ഫയറിങ് എനിക്കാ. ആ, ഫയർ ചെയ്യട്ടെ. ആ, അയ്യോ, ജനിയാനി പാവല്ലേ? അത്ര പാവമൊന്നല്ല. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞേ? പാവാണെങ്കിലേ ആ ലയണിന്റെ സ്റ്റോറിയുടെ ബാലൻസ് പറഞ്ഞേ. ഏത് ലയൺ? റാബിറ്റ് ഒരു ലയനെ വെള്ളിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ, ആ ലയൺ. ഓ, അതോ? ഉം. മോൾക്ക് ഇവിടെ വീഡിയോ ഗെയിമും കാർട്ടൂൺ ചാനലൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? പിന്നെ എന്തിനാ ആന്റിയുടെ പാവം ലയൺ? എനിക്ക് ആന്റിയുടെ പാവൻ ലയൺ മതി. എങ്കിലേ ആന്റി പാവാണെന്ന് സമ്മതിക്കണം. സമ്മതിച്ചു. എന്നാലേ ഈ ഒരു സ്പൂൺ കഴിച്ചേ. ആ ആ ആ ഇനി ബാലൻസ് സ്റ്റോറി പറ. മുയല് പറഞ്ഞതനുസരിച്ച് സിംഹം കിണറിനടുത്തെത്തി. എന്നിട്ട് കിണറ്റിലേക്ക് നോക്കി. എന്നിട്ടാ? അപ്പോ കിണറ്റിൽ വേറൊരു സിംഹം നമ്മുടെ സിംഹത്തെ നോക്കി നിൽക്കുന്നു. ഒരു ഘടിയൻ. കട എന്ന് വെച്ചാലേ എ ബിഗ് ജെയിൻ വൺ. അതെങ്ങനെയാ വേറൊരു സിംഹം? മൂൺലൈറ്റ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ട് സ്വന്തം പ്രതിബിംബം തന്നെയാ സിംഹം കണ്ടത്. നമ്മള് കണ്ണാടി നോക്കുമ്പോ നമ്മളെ കാണില്ലേ, അതുപോലെ. മണ്ടൻ തന്നെയല്ലേ? ആ, പിന്നല്ലാതെ. എന്നിട്ട് സിംഹം ഒറ്റ ഗർജനം. ആന്റി, ഈ ഗർജനം എന്ന് വെച്ചാ എന്താ? റോറി. എന്നിട്ട് അപ്പോ മറ്റേ സിംഹവും ഗർജിച്ചു. അതെങ്ങനെ? അത് എക്കോ അല്ലേ? ആന്റി തന്നെ ബാക്കി പറയേ. ഞാൻ പോട്ടെ മോളെ, മാഡം വിളിക്കുന്നു. ചെന്നില്ലെങ്കി ആകെ കുഴപ്പം. മോള് വേഗം കഴിക്കേ, ആന്റി ഇപ്പൊ വരാം കേട്ടോ. മാഡം, എന്താടി വരാൻ ഇത്ര താമസം? ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുക്കുമായിരുന്നു. ഫുഡ്? മൈ ഫുഡ്? എന്താ മാഡം വിളിച്ചേ? ഇതെന്താന്നറിയോ നിനക്ക്? ഇത് നമ്മുടെ CCTV വിഷ്വൽസ് അല്ലേ മാഡം? അല്ലേന്നോ? നിനക്കിത് കണ്ടിട്ടിപ്പോ എന്താ തോന്നുന്നേ? അതെ മാഡം. നീയല്ലേ പറഞ്ഞത് നമ്മുടെ CCTV കംപ്ലൈന്റ് ആണെന്നും വർക്ക് ചെയ്യുന്നില്ലാന്നും? അത് മാഡം, ഞാൻ നോക്കിയപ്പോ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു മാഡം. നീ എന്ത് നോക്കിന്നാ? ഇവിടത്തെ CCTV വിഷ്വൽസ് തന്നെയല്ലേ കാണുന്നേ? അല്ലാതെ നിന്റെ അമ്മായിമ്മയുടെ കല്യാണ വീഡിയോ ഒന്നും അല്ലല്ലോ. മാഡം, എടി, ഒരു കാര്യം അറിയില്ലെങ്കിൽ
അറിയില്ല എന്ന് പറയണം. നിന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ പറ്റില്ലാന്നും. പുളിങ്കുരുവൊന്നും അല്ലല്ലോ, ചോദിക്കുന്ന പണം തന്നെയല്ലേ എന്നെ തരുന്നത്. നിന്നെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വേറെ ആളെ വെച്ചോളാം. മാഡം ഇപ്പോ എന്തു പറ്റിന്നാ? ഇങ്ങോട്ട് നോക്കടി. കാണ്, കണ്ണ് നിറച്ച് കാണ്. ചാവാലിപ്പട്ടികളൊക്കെ വീട്ടിൽ കയറി നിരങ്ങുന്നത് നീ ഒറ്റ ഒരാള് കാരണ, നിന്റെ അനാസ്ഥ കാരണ ഇതൊക്കെ സംഭവിച്ചത്. മാഡം ചിപ്പിമോൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോ എന്റെ പാതി ബോധം പോയതുപോലെയായി. പിന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കൊന്നും സത്യമായിട്ട് ഓർമ്മയില്ല മാഡം. എന്തു പറഞ്ഞാലും ചിപ്പിമോളുടെ പേര് പറഞ്ഞ് എന്റെ വായടയ്ക്കാൻ നോക്കരുത് നീ. എന്നേക്കാ സ്നേഹമൊന്നും ഇവിടെ ആർക്കും ചിപ്പിമോളോട് വേണ്ട. വീടെല്ലാം തുറന്ന് മലർത്തിയിട്ട് അവള് ഇറങ്ങി ഓടിയിരിക്കുന്നു. എന്ത് അത്യാവശ്യമായിരുന്നടി നിനക്കവിടെ? നീയൊക്കെ ഇല്ലെങ്കിലും എന്റെ മോൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റും ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലും കൊണ്ടുപോകും ഞാൻ. അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. എല്ലാം നാശം ഉണ്ടാക്കി വെച്ചിട്ട് വന്നു നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? നീ കാരണം എനിക്കുണ്ടായ നാശനഷ്ടം എന്താണെന്നറിയോ? എന്തൊക്കെ അനർത്ഥങ്ങളെ വരുത്തി വെച്ചെന്നറിയോ? മാഡം വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞ് നമുക്കൊരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ മാഡം? CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ. പഠിപ്പിക്കുന്നോടി നീ എന്നെ. നിനക്ക് എന്തറിയാം അവന്തികയെ പറ്റി? മാഡം ഞാൻ പറഞ്ഞു വന്നത് പോലീസിലാണോ പട്ടാളത്തിലാണോ കംപ്ലൈന്റ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അവന്തികെ ഒരുപാട് പോലീസുകാരെ കണ്ടതാ. എന്റെ മോൾക്കൊരു കുഴപ്പമുണ്ടായാ പഴയ അവന്തികയായിട്ട് ഞാനങ്ങ് ഇറങ്ങും. നീയൊന്നും താങ്ങീന്ന് വരില്ല. മാഡം ചിപ്പിമോൾക്ക് ഞാനെന്ത് കുഴപ്പമുണ്ടാക്കിയതാ? ഇനി എന്നെ ഉപദ്രവിക്കില്ല മാഡം. നിന്നെ കൊന്നാ പോലും അവന്തികയോട് ചോദിക്കാൻ ഒരു പട്ടിയും വരില്ലടി. പ്ലീസ് മാഡം. അമ്മേ